നമ്മൾ പൈത്തൺ ജുപ്പിറ്റർ നോട്ട്ബുക്കിലേക്ക് ടൈപ്പ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിന്റെ പിന്നെ സ്ട്രിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഇതൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സ്ട്രിങ് എങ്ങനെയാണ് പൈത്തണിൽ ടൈപ്പ് ചെയ്യുക എന്നത് നോക്കാം. ഫസ്റ്റ് സ്ട്രിങ് എന്ന് വെച്ചാൽ എന്താണ്? ടെക്സ്റ്റ് ടൈപ്പ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നതിനാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ആദ്യം ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യാൻ പോവാണ്, ഒരു വേരിയബിൾ. ഫസ്റ്റ് ഒരു വേരിയബിളിൽ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് ഒരു വേരിയബിൾ നെയിം ആണ്. വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടതും വേരിയബിൾസിന്റെ റൂൾസും ഒക്കെ നമ്മൾ മുന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ എങ്ങനെയായിരുന്നു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളൊരു വേരിയബിൾ നെയിം കൊടുക്കണം. ആ വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്ക് എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ? ആൽഫ ന്യൂമറിക് ആയിരിക്കണം, പിന്നെ അണ്ടർസ്കോർ യൂസ് ചെയ്യാം, പിന്നെ ഫസ്റ്റ് ഒരിക്കലും നമ്മൾ നമ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യുമ്പോൾ. അപ്പൊ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ ആണ്, സ്ട്രിങ്ങിലുള്ള ഒരു വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആദ്യം ഞാനിപ്പോ വേരിയബിൾ നെയിം ആയിട്ട് എ കൊടുത്തു. എ ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിലേക്ക് എനിക്കൊരു സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ ഈക്വൽ ടു സ്ട്രിങ് ആയിട്ട് ഞാനിതാ ഒരു സ്ട്രിങ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ കോട്ട്സ് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഡബിൾ കോട്ട്സിന്റെ ഉള്ളിലേക്കാണ് സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നത്. ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ്, ബട്ട് എപ്പോഴും കോട്ട്സിന്റെ ഉള്ളിലായിരിക്കണം സ്ട്രിങ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഫസ്റ്റ് എ ഈക്വൽ ടു ഇവിടെ ഇപ്പൊ ഞാൻ ആദ്യം ഒരു സ്ട്രിങ് എന്താ? ഹലോ വേൾഡ്. ഹലോ വേൾഡ്. ഇനി ഈ സ്ട്രിങ്ങിനെ ഞാൻ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക? നെക്സ്റ്റ് ഡയറക്റ്റ് പ്രിന്റ് ഓഫ് എ. ഇപ്പൊ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് വന്നില്ലേ ഹലോ വേൾഡ്. ഇനി നെക്സ്റ്റ് ഒരു സ്ട്രിങ്, അതായത് ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്, എഴുതുക. പൈത്തൺ കൊളാബിലേക്ക് നമ്മൾ സ്ട്രിങ്ങിനെ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ നമുക്കൊരു പാരാഗ്രാഫ് വേണം, നമ്മൾ ഒരു ലോങ് പാരാഗ്രാഫ് നമുക്ക് ടൈപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാ ഒരു സ്ട്രിങ്ങിൽ എങ്ങനെയാ പാരാഗ്രാഫ് ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ജസ്റ്റ് നമ്മൾ 3 ടൈമില് കോട്ട്സ് ഇടുക, അതായത് 3 ടൈംസ്. ദെൻ ഇവിടെ 3 ആയില്ലേ. അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിപ്പോ മൈ നെയിം ഈസ് അനുശ്രീ ആൻഡ് ഐ ആം ഫ്രം കണ്ണൂർ. ഇനി നമുക്ക് പാരാഗ്രാഫ് ആകുമ്പോൾ നമുക്ക് 3 ടൈംസ് ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ സ്ട്രിങ് എഴുതുക. ഇപ്പം വലിയൊരു പാരാഗ്രാഫ് ആയിട്ടുള്ള നമുക്ക് എഴുതാൻ വേണ്ടിക്കല്. അപ്പോൾ മൾട്ടി ലൈൻസ് ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതിപ്പോ ഡയറക്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ലൈൻസ് ആകുമ്പോൾ ഇപ്പൊ ഞാൻ കാണിച്ചത് എ ഈക്വൽ ടു മൈ നെയിം ഈസ് അനുശ്രീ ഫ്രം കണ്ണൂർ. നമുക്കിതിന് ഓക്കെ ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ 3 ടൈം ആയില്ലേ. ഇനി നെക്സ്റ്റ് ഡയറക്റ്റ് നമ്മൾ പ്രിന്റ് ഓഫ് എ കൊടുത്തതിന് ഇപ്പൊ മൾട്ടി ലൈൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്ട്രിങ് യൂസ് ചെയ്യുക. 3 ടൈംസ് നമ്മൾ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്കൊരു വേരിയബിൾസിനെ എങ്ങനെയാണ് ഒരു വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കാണാം. ആദ്യം ഞാനിവിടെ നെയിം എന്നുള്ളൊരു വേരിയബിൾ, നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ, നെക്സ്റ്റ് നെയിം ഈക്വൽ ടു നെയിമിന്റെ ഉള്ളിലേക്ക് ഞാൻ എന്താണ് ഒരു വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാണ്. അനു എന്ന് പറഞ്ഞു കൊടുത്തു. നെയിം ഈക്വൽ ടു അനു സ്ട്രിങ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഏജ് എന്ന് പറഞ്ഞ് വേറൊരു വേരിയബിൾ, ഏജ് ഈക്വൽ ടു 25 കൊടുത്തു. ഇപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് ഏജ് ന്യൂമറിക്കലാണ്, ഇന്റിജർ ആയതുകൊണ്ടാണ് നമ്മൾ കോട്ട്സ് യൂസ് ചെയ്യാത്തത്. ഏജ് ഈക്വൽ ടു 25 കൊടുത്തു. ഇവിടെ ഞാനിപ്പോ 2 വേരിയബിൾസിനെ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, റൺ ചെയ്തു.
ഇനി ഈ വേരിയബിൾസിനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ എന്താണ് ചെയ്യുക? ഡയറക്റ്റ് പ്രിന്റ് ഓഫ് നെയിം ആൻഡ് പ്രിന്റ് ഓഫ് ഏജ്. ഇവിടെ ഇപ്പോ എന്താ പറ്റിയത്? പ്രിന്റിന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ കണ്ട, പ്രിന്റ് ഓഫ് നെയിം ഏജ്. ഇപ്പൊ ഇതെനിക്ക് ഡയറക്റ്റ് ഒരു ലൈനിൽ തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും. ഇവിടെ ഏജ് കൊടുത്താലും നമുക്ക് പ്രിന്റ് ആയി വരും. ചെക്ക് ചെയ്യാം. കണ്ട, അനു 25 എന്ന് പറഞ്ഞ അവിടെ പ്രിന്റ് ആയി വന്നു. അപ്പൊ ഞാനിവിടെ നെയിം ഏജ് എന്നുള്ള രണ്ട് വേരിയബിൾസിനെ അവിടെ പ്രിന്റ് ചെയ്യാണ് ചെയ്തത്. ഇനി എനിക്ക് നെക്സ്റ്റ് ഇപ്പോ എന്താ വേണ്ടത്? മൈ നെയിം ഈസ് അനു ആൻഡ് ഐ ആം 25 years old എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിന് ഞാൻ എന്താ ചെയ്യാം? നെക്സ്റ്റ് ഡയറക്റ്റ് എനിക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ ഒരു പ്രിന്റ് ഓഫ് കോഡ്സ് യൂസ് ചെയ്തു. മൈ നെയിം ഈസ്, ഇനി ഇതില് ഇവിടെ കോഡ്സിന് ശേഷം ഇവിടെ നമ്മൾ കൊമ ഇട്ടിട്ട് നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുന്നു. നെയിമിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? അനു എന്നാണ്. അതിനുശേഷം വീണ്ടും കൊമ ഇട്ടിട്ട് നമ്മൾ പിന്നെയും ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ ഐ ആം. അപ്പൊ ഇവിടെ നമുക്ക് ഏജ് വേണം. അപ്പൊ അവിടെ ഏജ് വേണ്ടെടുത്ത് കൊമ ഇട്ട് ദെൻ ഏജ് എന്ന് കൊടുക്കുന്നു. ഏജ് കൊടുത്ത് കൊമ ഇട്ടതിന് ശേഷം പിന്നെയും ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ ഇയർ ഓൾഡ്. ഓക്കെ, ഇപ്പൊ എന്താണ് ചെയ്തിട്ടുള്ളത്? വേരിയബിൾ നെയിം വരുന്നിടക്കെല്ലാം നമ്മൾ ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ അവിടെ ഡിഫൈൻ ചെയ്തു വേരിയബിൾ നെയിം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ കോഡ്സിന്റെ ഉള്ളിലല്ല, ബാക്കിയൊക്കെ നമ്മൾ മൈ നെയിം ഈസ് അതൊക്കെ ഡബിൾ കോഡ്സിന്റെ ഉള്ളിലും, വേരിയബിൾ നെയിം അവിടെ കൊമ ഇട്ടിട്ട് വേരിയബിൾ നെയിമും കൊടുത്ത് ഇനി ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്താ വരുന്നത്. ഇപ്പൊ ഇവിടെ കറക്റ്റ് ഉണ്ട്. മൈ നെയിം ഈസ് അനു. അനു എന്താണ്? ഞാൻ വേരിയബിൾ നെയിമിന്റെ ഉള്ളിലേക്ക് കൊടുത്ത നെയിമാണ് അനു. ആൻഡ് ഐ ആം 25 years old. ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾസ്. ഇപ്പൊ വേരിയബിൾസ് അവിടെ കൊടുത്തത് കൊണ്ട് നമുക്ക് ഓൾറെഡി ആ ഒരു രീതിയിൽ പ്രിന്റ് ചെയ്തു വന്നു. ഇൻ കേസ് ഈ വേരിയബിൾ നെയിം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് നമുക്കൊരു ഉപകാരമുള്ളത്? ഇപ്പൊ വേരിയബിൾ നെയിമിന്റെ ഇമ്പോർട്ടൻസ്, അതായത് നമുക്കിപ്പോ ഈ അനു എന്നുള്ളത് എനിക്ക് നെയിം ചേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പോ അബിന് കൊടുക്കുമ്പോ അവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ റൺ ചെയ്യുമ്പോൾ ചേഞ്ച് ആയി. വേരിയബിൾ നെയിമിലൂടെ നമുക്ക് വേരിയബിൾ നെയിമിന്റെ ആ ഒരു പൊസിഷനിൽ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യം തന്നെ ഇപ്പൊ കുറെ ടൈമിൽ നമ്മൾ റൺ ചെയ്തു. അപ്പൊ എവിടെയൊക്കെ നമ്മുടെ നെയിം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ആ ഒരു പാർട്ടിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതാണ് വേരിയബിൾ നെയിംസ് നമ്മൾ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് ഈ വേരിയബിൾ നെയിം എവിടെയൊക്കെ വരുന്നോ ആ ഒരു പാർട്ടിലൊക്കെ നമ്മുടെ കംപ്ലീറ്റ് നെയിം ചേഞ്ച് ചെയ്യും. അതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ബെനിഫിറ്റിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇതിനെ വേറൊരു രീതിയിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതേ സെയിം തന്നെ നമ്മൾ ഫോർമാറ്റഡ് സ്ട്രിങ് ആയിട്ട് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഫോർമാറ്റഡ് സ്ട്രിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ പ്രിന്റ് ഓഫ് മൈ നെയിം ഈസ് ഇനി ഈ നെയിം എന്നുള്ള കേസിൽ നമ്മൾ പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്തിട്ട് നെയിം എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊമ്മ ഏജ് ഇവിടെ യൂസ് ചെയ്ത് കൊടുക്കുന്നു. പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്തിട്ട് ഏജും കൊടുക്കുന്നു. ഇയേഴ്സ് ഓൾഡ്. ഇപ്പൊ ഇവിടെ പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്തിട്ട് നെയിമും ഏജും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോർമാറ്റഡ് സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോർമാറ്റഡ് സ്ട്രിങ് ആണെന്ന് നമ്മുടെ പൈത്തന് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഒരു എഫ് യൂസ് ചെയ്യുന്നത് നമ്മൾ എഫ്. നെക്സ്റ്റ് നമ്മൾ ഇതിനെ റൺ ചെയ്യാൻ പോവുകയാണ്. മൈ നെയിം ഈസ് അബിൻ, ഐ ആം 25 years old. ഇവിടെ നമുക്ക് ഫോർമാറ്റഡ് സ്ട്രിങ്ങിൽ നമ്മൾ ഇങ്ങനെയാണ്
റൺ ചെയ്യാൻ പോകുന്നത്. ഫോർമാറ്റഡ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവിടെ എഫ് കൊടുത്തത്. ഈ നെയിം നമ്മൾ പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്തിട്ട് നെയിം അവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ നെയിമിന്റെയും ഏജിന്റെയും പൊസിഷനിലേക്ക് നമ്മൾ വേരിയബിൾസിന്റെ വാല്യൂസ് അവിടെ ആഡ് ചെയ്ത് വരുന്നു. ഈ രീതിയിലാണ് ഫോർമാറ്റഡ് സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ സ്ട്രിങ്ങിന്റെ ജസ്റ്റ് ഇപ്പൊ സ്ട്രിങ് എങ്ങനെയാണ് രണ്ട് സ്ട്രിങ് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ടാകുമ്പോ എന്താ, ഇപ്പൊ സ്ട്രിങ് ആണ്. അപ്പൊ സ്ട്രിങ്ങിൽ ഇപ്പൊ 100 പ്ലസ് 200 എന്ന് കൊടുത്തു. ദെൻ ഇതിപ്പോ റൺ ചെയ്യുമ്പോ കണ്ട നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂസ് ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ പ്ലസ് വെച്ചിട്ട് എന്താണ്, ഇത് സ്ട്രിങ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കോൺകാറ്റ് ചെയ്തിട്ട് കിട്ടിയത്. അപ്പൊ ഇവിടെ ഒരു 100 200 അങ്ങനെ ഒന്നിച്ച് ആഡ് ചെയ്യല്ലേ ചെയ്തത്. അപ്പൊ നമ്മള് മറ്റേ തന്നെ ഈ സ്ട്രിങ് പോലെ അല്ലാണ്ട് ഡയറക്റ്റ് ഇൻറ്റിജർ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് വാല്യൂ ആയിട്ട് തന്നെ ആഡ് ചെയ്ത് വരും. സ്ട്രിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു അറേ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് സ്ട്രിങ്ങിന്റെ കുറച്ച് ഫങ്ഷൻസ് നമുക്ക് കാണാം. ആദ്യം ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു ഓൾറെഡി ഇതൊരു അറേ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മളൊരു സ്ട്രിങ്ങിന്റെ ഓരോരോ വാല്യൂസും ഇൻഡെക്സ് പൊസിഷൻ ബേസിലാണ് അവിടെ ആഡ് ചെയ്യുന്നത്. ഇൻഡെക്സ് വാല്യൂ ബേസ് ചെയ്തിട്ട് ഈ ഇൻഡെക്സ് നമ്പർ ബേസ് ചെയ്തിട്ടാണ് സ്ട്രിങ്ങിലെ ഓരോരോ വാല്യൂസും സ്റ്റോർ ചെയ്യുന്നത്. ഈ ഇൻഡെക്സ് നമ്പർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to ആണ്. ഇപ്പൊ ഇവിടെ ഞാനൊരു സ്ട്രിങ്, ഇവിടെ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഒരു സ്ട്രിങ് എന്താണ്, ഹായ് വേൾഡ്. ഹായ് വേൾഡ്. ഇവിടെ ഇപ്പൊ ഞാനൊരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്തു. ഇനി ഈ സ്ട്രിങ്ങിലെ ഓരോരോ പൊസിഷനും ഇൻഡെക്സ് നമ്പർ ആണ്. ഈ ഫസ്റ്റത്തെ എച്ച് എന്നുള്ളത്, അതായത് ഇൻഡെക്സ് നമ്പർ 0 ആണ്. ഇൻഡെക്സ് നമ്പർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, 0യിലാണ് ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് എച്ച് എന്ന് പറയുന്ന ഇൻഡെക്സ് എത്രയാണ്, 0. നെക്സ്റ്റ് ഐ എന്ന് പറയുന്നത് 1. നെക്സ്റ്റ് ഇവിടെ സ്പേസ് ഉണ്ട്, ആ സ്പേസും ഇൻഡെക്സിലേക്ക് പോകും. ഇപ്പൊ ഇവിടെ ഇപ്പോ എത്ര, ഒരു സ്പേസ് ആണുള്ളത്. അപ്പൊ അത് എത്രയാണ്, 0 1 2. ദെൻ 3 4 5 6 7, ടോട്ടൽ 7 ആണ് ഇൻഡെക്സ് നമ്പർ വരുന്നത്. ഓരോന്നും നമ്മുടെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ ഓരോരോ ലെറ്റേഴ്സും ഓരോരോ ഇൻഡെക്സ് നമ്പറിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്പേസിനും ഇൻഡെക്സ് നമ്പർ ഉണ്ടാവും. ഇനി ഇത് ഇൻഡെക്സ് നമ്പർ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോ പ്രിന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് ഇവിടെ ഹായ് എച്ച് മാത്രം വേണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഇപ്പൊ ഡയറക്റ്റ് ഇപ്പൊ എ മാത്രമാണ് പ്രിന്റ് ഓഫ് എ കൊടുക്കുമ്പോ എന്താ വരുന്നത്, ഓക്കെ ആക്ച്വലി ഞാനിവിടെ ബി കൊടുക്കാം. ഓക്കെ, പ്രിന്റ് ഓഫ് ബി കൊടുത്തപ്പോഴെന്താ, ഹായ് വേൾഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ഇനി ഈ ബിന്റെ ഉള്ളിൽ എനിക്ക് എച്ച് മാത്രമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എച്ചിന്റെ പൊസിഷൻ എത്രയാണ്, 0 ആണ് വരുന്നത്. നെക്സ്റ്റ് 0 കൊടുക്കുമ്പോൾ എച്ച് മാത്രം അവിടെ നമുക്ക് പ്രിന്റ് ചെയ്തു വന്നു. അതാണ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ലെറ്റർ മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ ബേസ് ചെയ്തിട്ട് അവിടെ പ്രിന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇപ്പൊ പ്രിന്റ് ഓഫ്, പ്രിന്റ് ഓഫ് എനിക്ക് ഇവിടെ ഡബ്ല്യു മാത്രമാണ് വേണ്ടത്. അപ്പൊ ഡബ്ല്യു മാത്രം വരുമ്പോൾ 1 0 1 2 3 ആണ് വരിക. ബി സ്ക്വയർ ബ്രാക്കറ്റ് ക്യാപിറ്റൽ ബി സ്ക്വയർ ബ്രാക്കറ്റ് 3. അപ്പൊ ഡബ്ല്യു പ്രിന്റ് ചെയ്ത് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നെക്സ്റ്റ് എനിക്ക് ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് പ്രിന്റ് ചെയ്ത് വരേണ്ടത്. അപ്പൊ ഹായ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, പ്രിന്റ് ഓഫ്, ഈ ഇൻഡെക്സിങ്ങും സ്ലൈസിങ്ങും നമ്മൾ വേറൊരു സെഷനിൽ നല്ല ഡീപ്പായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് സ്ട്രിങ്ങിന്റെ ഓരോരോ പൊസിഷൻ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് പ്രിന്റ് ഓഫ് ഹായ് എന്ന് പറഞ്ഞൊരു വേർഡ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ബിന്റെ ഉള്ളിലെ പ്രിന്റ് ഓഫ് ബി, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഹായ് എന്ന് പറയുമ്പോൾ എത്രയാ, സ്റ്റാർട്ടിങ് എത്രയാ, 0 to ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 0 കൊടുത്തു. ദെൻ നമ്മൾ ഈ ഇസ്റ്റു കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെ വരിക വേണ്ടത്, ഹായ് എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷൻ, അതായത് ഇപ്പോ 0 1, അതാണ് 1 വരികയല്ലേ വേണ്ടത്. ആ 1 ലാസ്റ്റ് ലെറ്റർ ഏത് പൊസിഷൻ ആണോ വരിക അതിന്റെ കൂടെ +1 ആഡ് ചെയ്യാം. ഇപ്പൊ 2 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് തൊട്ട് നമ്മൾ ഏത് നമ്പർ ആണോ കൊടുക്കുന്നത് അതിന്റെ തൊട്ട് പിറകെ വരികയാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് വരിക. അപ്പൊ 0 to 2 കൊടുക്കുമ്പോൾ ഇവിടെ കൺട്രോൾ എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഹായ് വരും.
ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഹായ് വരും. ഇവിടെ ഇപ്പൊ 0 to 3 ആ കൊടുത്തതെങ്കിലോ ഹായും ആ സ്പേസും ആണ് വരിക. അതിപ്പോ നമുക്ക് ഇവിടെ സ്പേസ് മനസ്സിലാവില്ല. ഇനിയിപ്പോ 4 കൊടുത്തെന്ന് വിചാരിച്ചോ, നമുക്ക് ഇവിടെ 4 കൊടുക്കാം. അപ്പൊ 4 കൊടുക്കുമ്പോ എന്താ, ഹായ് ഡബ്ല്യു വന്നു. അതായത് നമ്മുടെ എവിടെ വരെയാണോ വേണ്ടത് അതിന്റെ തൊട്ട് ഒരു ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. ഇവിടെ 2 കൊടുക്കുമ്പോൾ ഹായ് കിട്ടി. ഇനിയിപ്പോ നമുക്ക് വേൾഡ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചോ. അപ്പൊ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാ, പ്രിന്റ് ഓഫ് ബി ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്. വേൾഡ് എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 1 2 3 3 4 5 6 7 8 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വേൾഡ് മാത്രം പ്രിന്റ് ചെയ്ത് വരും. ഇതിനാണ് നമ്മൾ സ്ലൈസിങ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നേ ഇൻഡെക്സിങ് ഓരോരോ പൊസിഷൻ വെച്ചിട്ട് ഇത് സ്ലൈസിങ്, ഒരു പെർട്ടിക്കുലർ വേർഡ് ആയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്ലൈസർ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ, നെക്സ്റ്റ് ഞാൻ പറയുന്നത് ലെങ്തിനെ പറ്റിയിട്ടാണ്. ലെങ്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് ഫംഗ്ഷൻ LE എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കേസിൽ നമുക്കിപ്പോ പ്രിന്റ് ഓഫ് LEN ഓഫ് B, നമുക്ക് ടോട്ടൽ 8 ആണ്, സ്പേസും കൂടി ആഡ് ചെയ്ത് വരും, അതാണ് 8 ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. LE എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത്തിന് യൂസ് ചെയ്യും, ലെങ്ത് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് സ്ട്രിപ്പ് ഫംഗ്ഷൻ പറയാം. സ്ട്രിപ്പ് ഫംഗ്ഷൻ എന്താണ്, നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും പൊസിഷനിൽ എന്തെങ്കിലും എക്സ്ട്രാ സ്പേസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ C ഈക്വൽ ടു കുറച്ച് സ്പേസ് ഇട്ട് ഹായ്, ദെൻ കുറച്ച് സ്പേസ് ഇട്ടു, ദെൻ പ്രിന്റ് ഓഫ് ഹായ് ചെയ്തു, പ്രിന്റ് ഓഫ് C ചെയ്തു. ഓക്കെ, ഹായ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ഇവിടെ ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ സ്പേസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്ട്രിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രിന്റ് ഓഫ്, എങ്ങനെയാ സ്ട്രിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക, പ്രിന്റ് ഓഫ് C ഡോട്ട് സ്ട്രിപ്പ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കണ്ട ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും സ്പേസ് റിമൂവ് ചെയ്ത് ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള കറക്റ്റ് പൊസിഷനിലേക്ക് വന്നു. അതിനാണ് നമ്മൾ സ്ട്രിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഫംഗ്ഷൻ ലോവർ ഫംഗ്ഷൻ ആണ്. ലോവർ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ D ഈക്വൽ ടു ഒരു നെയിം ഡിക്ലെയർ ചെയ്തു, അനു. എല്ലാം ഞാൻ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. ഇനി ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ എനിക്ക് ലോവർ ലെറ്റേഴ്സിലേക്ക് മാറ്റണം, സ്മോളിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോവർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പ്രിന്റ് ഓഫ് D ഡോട്ട് ലോവർ. അപ്പൊ നമുക്ക് അനു കംപ്ലീറ്റ് സ്മോൾ ലെറ്ററിലേക്ക് വന്നില്ലേ. ഇനി നെക്സ്റ്റ് നേരെ അപ്പർ കേസ് എങ്ങനെയായിരിക്കും, അപ്പറിലേക്ക് മാറ്റുമ്പോൾ നേരെ അപ്പർ യൂസ് ചെയ്യുന്നു. ഇപ്പോ E ഈക്വൽ ടു അനു പ്രിന്റ് ഓഫ് E ഡോട്ട് അപ്പർ. ഇപ്പൊ എന്താ, അനു ക്യാപിറ്റലിലേക്ക് വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ വരുന്നത് റീപ്ലേസ് ആണ്. ഇപ്പൊ റീപ്ലേസിന്റെ കാര്യത്തില് ഇപ്പൊ റീപ്ലേസ് നമ്മൾ ഓൾറെഡി ഇവിടെ ഇപ്പോ ഹായ് വേൾഡ് ദെൻ പ്രിന്റ് ഓഫ് F കൊടുത്തു. അപ്പൊ ഹായ് വേൾഡ്. ഇവിടെ എനിക്ക് റീപ്ലേസ് ചെയ്യണം. എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീപ്ലേസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രിന്റ് ഓഫ് F ഡോട്ട് റീപ്ലേസ്, ദെൻ ബ്രാക്കറ്റിൽ ഇപ്പൊ ഹായിന്റെ Hന്റെ കേസിൽ ഞാനിപ്പോ റീപ്ലേസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, J കൊടുത്തു, ദെൻ കൊമ്മ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഏതാണോ കൊടുക്കേണ്ടത് H കൊടുത്തു, ദെൻ കൊമ്മ, ആ Hന്റെ സ്പേസിൽ J വരണം. അപ്പൊ ആ രീതിയിൽ ഞാൻ റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇവിടെ കണ്ട ഹായ് എന്ന് പറയുന്നത് ജൈ എന്ന് പറഞ്ഞിട്ട് ജൈ വേൾഡ്. അതായത് നമ്മൾ ഈ റീപ്ലേസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ലെറ്റർ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ലെറ്റർ അവിടെ ചെയ്യുന്നു. അതാണ് റീപ്ലേസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നതാണെങ്കിൽ, ഈ സ്ട്രിങ്ങിൽ ഇപ്പൊ ആഡ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ഇപ്പോ G ഈക്വൽ ടു
hi, then h equal to world. ദെൻ എനിക്കിപ്പോൾ ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യണം. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഓൾറെഡി നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഇപ്പോൾ ജി എച്ച് ഐ ഈക്വൽ ടു ഇപ്പോൾ ജി പ്ലസ് എച്ച് കൊടുത്തു. നെക്സ്റ്റ് പ്രിന്റ് ഓഫ് ഐ കൊടുത്തു. ഐ കൊടുക്കുമ്പോൾ നമുക്ക് ഹായ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രിന്റ് ചെയ്തു. ഇവിടെ ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഹായ് വേൾഡ്, അവിടെ സ്പേസ് വന്നില്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്നും കൂടി എനിക്കിവിടെ ആഡ് ചെയ്യണ്ടെങ്കിൽ ജെ ഈക്വൽ ടു ഹൗ എന്ന് കൊടുത്തെന്ന് വെച്ചു. ഹൗ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇനിയിപ്പോൾ ഐ ജി പ്ലസ് എച്ച് പ്ലസ് ജെ കൂടി ഇവിടെ ആഡ് ചെയ്തു. അപ്പം കണ്ട ഹൗ. ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത് വരുന്നത്. സ്ട്രിങ് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഒരു സ്ട്രിങ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, സ്ട്രിങ് എങ്ങനെയാണ് ഡബിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ട്, പിന്നെ മൾട്ടി ലൈൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്ട്രിങ്ങിന്റെ ഫോർമാറ്റഡ് ഫങ്ഷൻസ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം, ദെൻ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്, പിന്നെ സ്ട്രിങ്ങിൽ വരുന്ന കുറച്ച് ഫങ്ഷൻസ്, ഇതൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷൻ നോക്കാം.